ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷിച്ച് അവർക്കെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഫൈനൽ റിപ്പോർട്ട് അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പിന്നീട് നിരീക്ഷിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടതായിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ, അതിലാണ് CPMന്റെ നേതാക്കന്മാരെ CBI പ്രതിയേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്.